ദുൽഖർ സൽമാൻ്റെ ഒരു കിണ്ണം കാച്ചിയ പടം കണ്ടിറങ്ങിയിരിക്കുകയാണ് കാന്ത. 1950s ആ കാലഘട്ടത്തിലെ തമിഴ് സിനിമയുടെ ഒരു ബാക്ക് ഡ്രോപ്പിൽ സിനിമയ്ക്കകത്ത് സിനിമ കഥ പറയുന്ന ഭയങ്കര പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദുൽഖർ സൽമാൻ്റെ അഭിനയം കണ്ടിട്ടും ഈ പടത്തിൽ മതിയാവുന്നില്ല. എൻ്റെ മോനെ ചെങ്ങായിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, ലിറ്ററലി ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് കൈയടിക്കുന്ന അവസ്ഥയിൽ സാധനം കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ. ഹാറ്റ്സ് ഓഫ് മാൻ, ഒരു രക്ഷയില്ല. ഓരോ പടം കഴിയുമ്പോഴും ഭീകരമായിട്ടുണ്ട്. ഇതൊരു പീരിയോഡിക് ഡ്രാമ സെറ്റപ്പിലുള്ള ഒരു പടമാണ്. 1950s തമിഴ് ഒരു സിനിമയ്ക്കകത്തുള്ള സിനിമ പറയുന്നു. ആ സിനിമയുടെ കോണ്ടസ്റ്റിൽ നമ്മളെങ്ങനെ പ്രേക്ഷകരെ അതിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഡയറക്ടർ. ആൻഡ് ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ, നമ്മുടെ ദുൽഖറിൻ്റെ സെൻട്രൽ ക്യാരക്ടർ വെച്ചിട്ട് TK മഹാദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി പോകുന്ന അതർ ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസും എല്ലാം കൂടി ആയിട്ടുണ്ടല്ലോ. ദിസ് ഈസ് എ മാസ്റ്റർ പീസ് എന്ന് പറയണം. ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ സെൽവമണി സെൽവരാജ് ഡയറക്ടർ പണി അറിയാം. കാരണം ഇങ്ങനൊരു റിട്രോ സാധനം അത് കുറച്ച് പാടാണ്. ബിക്കോസ് ആദ്യം തന്നെ 1950s ഒരു പടത്തിൻ്റെ ഒരു പാർട്ട് കാണിക്കണം, അതിൻ്റെ ഒരു പാസ്റ്റ്, അതായത് ഓൾറെഡി ഇത്രയും പാസ്റ്റ് അതിനും പാസ്റ്റ് അതും കാണിക്കണം, എന്നിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യണം. ഇതൊക്കെ മെനക്കെട്ട പരിപാടിയാണ്. പക്ഷേ ഈ ചെങ്ങായി ഉണ്ടല്ലോ, ഇങ്ങനെ ലിറ്ററലി സ്പൂൺ ഫീഡ് ചെയ്ത പോലെ നമുക്ക് എല്ലാ സാധനവും ഫസ്റ്റ് ഹാഫിൽ വെച്ച് തന്നു എന്നുള്ളത്. അതായത് ഓരോ ക്യാരക്ടറിനെ അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റി, ഓരോ ക്യാരക്ടറിൻ്റെ ആർക്കും കറക്റ്റായിട്ട് നമുക്ക് ഇയാൾക്ക് പറഞ്ഞു തരാൻ പറ്റി എന്നുള്ളത് ആ ഡയറക്ടറിൻ്റെ വലിയൊരു എന്താ പറയുക കഴിവായിട്ട് ഞാൻ പറയുന്നു. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം കാണുന്നു, പിന്നെ കുറച്ച് കളർ കാണുന്നു, ആ കളറിൽ തന്നെ ഒരു റിട്രോ സാധനം കാണുന്നു. നോട്ട് ഈസി മാൻ, ഭയങ്കര പാടാണ്. പിന്നെ ഈ ദുൽഖറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര അതിഭീകരമായ മാനുഷികമായിട്ടുള്ള അങ്ങനെ സൂപ്പർ സ്റ്റാർ പരിവേഷം. ആ കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർസ് എന്ത് ചെയ്യുന്നോ അതിൻ്റെ ബോഡി മാനറിസംസ്, ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന പരിപാടികൾ, അതായത് വേറെ സാധനമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പഴയ സിനിമ അല്ലെങ്കിൽ പഴയ സിനിമ നടന്മാർ യാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. ഇയാളത്ര അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുള്ള അറിയോ ദുൽഖർ, ഒരു രക്ഷയില്ലാതെ അങ്ങനത്തെ സാധനങ്ങൾ. ചില ഈ തമിഴ് പറയുമ്പോൾ തന്നെ ആ തമിഴിൽ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ തമിഴും അത് ഭയങ്കര രസമായിരുന്നു ആ ഒരു ഐറ്റം. ഓക്കെ, പിന്നെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ജെയ്ക്സ് ബിജോയ് മാൻ എന്നാ പണി വെച്ചിരിക്കുന്നത്. അയാളുടെ ടൈമാണ് കേട്ടോ. ഇതിലെ ചില സീനുകളൊക്കെ എസ്കലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചില മൈന്യൂട്ട് ഐറ്റങ്ങളൊക്കെ അടിച്ചിട്ട് പോകും. അതൊക്കെ ഭയങ്കര നമ്മളെ പിടിച്ചിരുത്താൻ മാത്രം പാകത്തിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ സമുദ്രക്കനിയുടെ പെർഫോമൻസുകളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, പ്രൂവണാണ്. സമുദ്രകനി ഒരു സൈഡിൽ അങ്ങോട്ട് മറ്റേ നൂലഴിച്ചു വിട്ട പട്ടത്തിനെ പോലെയാണ് ഈ പടത്തിനകത്ത്. ചെങ്ങായി ചില സീനിലൊന്നും ഒന്നും ചെയ്യുന്നില്ല, ബ്ലാങ്ക് ആയിട്ടിരിക്കുക. പക്ഷേ ഇരുത്തത്തിലും നോട്ടത്തിലൊക്കെ ഉണ്ടല്ലോ അപാരമായ സ്ക്രീൻ പ്രസൻസാണ്. ഈ അയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ ക്യാരക്ടറാണ് ഇയാൾ ചെയ്യുന്നത്. ഈ ഡയറക്ടറാണ് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ക്യാരക്ടറിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ഗോഡ് ഫാദർ സെറ്റപ്പും, ഈ ഗോഡ് ഫാദറിന് അയാളുടെ മുകളിൽ ഒരു നടൻ വളർന്നു കഴിഞ്ഞു, ഒരു ഡയറക്ടർ കൊണ്ടുവന്നൊരു നടൻ ആ ഡയറക്ടറിന് മുകളിൽ പോവുക, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ആ സ്റ്റാർഡം വരിക, അതിൽ നിന്ന് അയാൾ അഹങ്കാരിയാവുമ്പോൾ ഈ ചെങ്ങായി വലിച്ച് താഴാൻ നോക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ലൈന് ഫസ്റ്റ് ഹാഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഥ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാം, ഞാൻ ഒരു ജസ്റ്റ് ബേസ് പ്ലോട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അവർ രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് സീനുകളുണ്ട് മാൻ. അതിൽ തന്നെ ഒരു സീനുണ്ട്, ദുൽഖറിന് സമുദ്രകനി ഒരു കണ്ണാടിൻ്റെ മുന്നിൽ ഈ ഒരു സീന് നറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. സമുദ്രകനി അത് ഓൾറെഡി ചെയ്ത്, അതായത് വളരെ കൂളായിട്ട് അയാൾ ഒരു 3 മാർക്കിൽ വന്ന് ദുൽഖറിനോട് ചെയ്യാൻ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഞാൻ ആലോചിച്ചു ഇതെന്താവും ദുൽഖർ ഒരു രക്ഷയില്ലാതെ അവിടെ ഒരു പെർഫോമൻസ് ഉണ്ട് ദുൽഖറിൻ്റെ. എന്ന് പറഞ്ഞാൽ അന്യായ പെർഫോമൻസാണ് ദുൽഖർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ആ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭാഗ്യശ്രീ ബോർസയുടെ ചില സാധനങ്ങളുണ്ട്. ആ സിനിമയ്ക്കകത്ത സിനിമയിൽ തന്നെ അവർ കൈയടിക്കുന്നുണ്ട്, കൂട്ടത്തിൽ നമ്മളും കൈയടിച്ചു പോകും. കാരണം ഒരു പ്രേതപ്പടം സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു ബേസ് ലൈൻ വരുന്നത്. ആ സിനിമയിൽ ഇതൊരു തമിഴിലെ ആദ്യത്തെ പ്രേതപ്പടമാണ് ഇവരെടുക്കുന്നത്. അപ്പോൾ ആ പ്രേതപ്പടം സെറ്റപ്പിനകത്ത് നമുക്കിത്
എന്താ പറയുക, അങ്ങനെ പ്രേതം സെറ്റപ്പിലല്ല അവർ കാണിച്ചു തരുന്നത്. പക്ഷെ ഭാഗ്യശ്രീ ബോർസയുടെ ചില സീനുകളിലെ, സിനിമയിലെ കുറച്ച് സീനുകളിലെ കുറച്ച് മാനറിസം ഉണ്ട്, ഈ പ്രേതം വരുന്ന മാനറിസം, അതൊക്കെ സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ മേക്കപ്പും ഇതിൻ്റെ ഈ കളർ ടോണും പിന്നെ അവർ ആ ഒരു 1950s പിടിച്ച ആ ഒരു കാലഘട്ടം പിടിച്ച രീതി, അതിന് വെച്ച ഫ്രെയിമുകൾ, അതൊക്കെയാണ് എന്നെ കൂടുതലായിട്ട് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എന്നെ പിടിച്ചിരുത്തിയത് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഓബ്വിയസ്ലി ഈ ഫസ്റ്റ് ഹാഫ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സംഗതി ഉണ്ടായിരുന്നു. കാരണം പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു സീൻ കാണിച്ചു, ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലും ആ സീനിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് നിർത്തി. അവിടെയാണ് ക്യൂരിയോസിറ്റി തുടങ്ങുന്നത്. അതുവരെ ഞാൻ നോക്കുമ്പോൾ തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് സ്ലീപ്പിംഗ് പിൽസ് ആണ്, ചാർലി ചാപ്ലിൻ്റെ പടം കാണാൻ വന്നാണോ വെച്ചിട്ട് കുറേ കമൻറ്റുകൾ കുറച്ച് പേര് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പോലും സെക്കൻഡ് ഹാഫിൽ ലിറ്ററലി മിണ്ടാതായി. കാരണം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവർക്കടക്കം പിടിച്ചിരുത്തുന്ന രീതിയിൽ ഇതിൻ്റെ കഥ മാറി തുടങ്ങി. അതായത് ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ പടം നല്ല എന്താ പറയുക, ഒരു സിനിമയ്ക്കകത്ത സിനിമ, അല്ലെങ്കിൽ ഈ ഗോഡ് ഫാദർ പ്ലസ് ഈ പറഞ്ഞ ഗോഡ് ഫാദർ വളർത്തിയ ക്യാരക്ടർ തമ്മിലുള്ള ആ ഒരു ഈഗോ ക്ലാഷ് സാധനങ്ങളിൽ നിന്ന് മാറിയിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ത്രില്ലർ മൂഡിലേക്ക് പോയി പടം. ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ചത് ആരുടെ ഇത്, ആദ്യം തന്നെ നമുക്കൊരാളെ ഡൗട്ട് തോന്നും, പിന്നെ നമ്മൾ അയാളെ മറക്കും, അടുത്ത ആളൊരു ഡൗട്ട് തോന്നും, പിന്നെ നമ്മൾ അയാളെ മറക്കും. ആ രീതിയിൽ ഇതിൻ്റെ പ്ലോട്ടിനെ കൊണ്ടുപോകാൻ പറ്റി. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെയാണ് നമ്മളെ റാണ ദഗുപതി വന്നിട്ട് ആദ്യം എനിക്ക് തോന്നി ഇത് വെറുപ്പിക്കും. പക്ഷെ റാണ ദഗുപതിയൊക്കെ ഇട്ട എഫേർട്ട് ഉണ്ടല്ലോ, അയാൾ ബാഹുബലിയിലും കൂടി ഇങ്ങനത്തെ എഫേർട്ടിട്ടുണ്ട്. അയാളുടെ ബോഡി ലാംഗ്വേജ് ഒരു കൈൻഡ് ഓഫ് കോർക്കി കോപ്പാണ്. പോലീസുകാരനിൽ തന്നെ ഒരുമാതിരി അലമ്പ് പോലീസുകാരൻ്റെ ഒരു ഐറ്റമാണ്. അയാളാണ് ഇൻവെസ്റ്റിഗേഷൻ സെക്കൻഡ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. ഒരു സംഗതി ഇതിനകത്ത് നടക്കുന്നുണ്ട്, അത് നടന്ന് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോവുകയാണ്. സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് ഈ പടം. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ സാധനത്തിൽ റാണ ദഗുപതി ഓരോ ക്യാരക്ടറിനെയും വെച്ച് ഇൻട്രഗേറ്റ് ചെയ്യുന്ന കുറേ സീനുകളിൽ അവിടെയൊക്കെ നമുക്കുണ്ടല്ലോ ശരിക്കും നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ ഡയറക്ടറിനെ കൊണ്ട് സാധിച്ചു. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, ഇതിൻ്റെ റൈറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, സംഗതി കുറച്ച് പ്ലെയിൻ സാധനമാണ്. നോർമലി നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കോ സിനിമകളിൽ കണ്ടിട്ടുള്ള, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്ന സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ബേസ് പ്ലോട്ടും അങ്ങനത്തെ പരിപാടിയാണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളായിട്ടും ആ കാലഘട്ടത്തിലെ ഒരു സിനിമയുടെ ഷെയ്ഡ് നമുക്ക് കാണുമ്പോണ്ടല്ലോ അത് ഭയങ്കര രസമായിട്ട് തോന്നും. ഇപ്പം ബ്രഹ്മയുഗം നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കണ്ടത്. ഈ പടത്തിൻ്റെ പല പോർഷൻസും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട്. കളറിലാണെങ്കിലും അത് ഞാൻ പറഞ്ഞു ആ പഴയ റിട്രോ കളറുള്ള സാധനമാണ്. എന്നിട്ട് പോലും അത് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് അവർക്ക് ഫീൽ ചെയ്യിച്ചു തരാൻ പറ്റി എന്നുള്ളൊരു ഐറ്റം ഉണ്ട്. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരുടെ പെർഫോമൻസും കിണ്ണം കാച്ചിയ പെർഫോമൻസ്. ജെയ്ക്ക് ബിജോയിൻ്റെ മ്യൂസിക് അടിപൊളി. ഞാൻ പറഞ്ഞു ഓരോ ഫ്രെയിമും നമുക്ക് ആ ഒരു റിട്രോ സാധനം കിട്ടി. സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ത്രില്ലിങ് ഐറ്റവും തന്നു. പിന്നെ ദുൽഖറിൻ്റെ പെർഫോമൻസ് എനിക്ക് പറഞ്ഞാൽ തീരില്ല ഈ പടത്തിൽ ദുൽഖറിൻ്റെ പെർഫോമൻസ്. കാരണം നോട്ട് ഈസി. 90s 50s ഒരു സൂപ്പർ സ്റ്റാർ, അന്നത്തെ സൂപ്പർ സ്റ്റാർ, ആ സൂപ്പർ സ്റ്റാറിൻ്റെ ബോഡി ലാംഗ്വേജ്, അയാളുടെ മാനറിസം, അയാളുടെ സാധനങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതും സിനിമയ്ക്കകത്ത് സിനിമ അഭിനയിക്കണം. മനസ്സിലായോ? ഒരു സിനിമ നമ്മൾ കാണുന്നു, ആ സിനിമയ്ക്കകത്ത് തന്നെ അവർ ആ കാലഘട്ടത്തിൽ സിനിമ എടുക്കുകയാണ്, അത് അഭിനയിക്കണം. അതൊക്കെ അഭിനയിക്കുമ്പോൾ ഇയാൾ കുറച്ച് തമിഴിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഭയങ്കരം. അതായത് ചില തമിഴൊക്കെ ഭയങ്കര ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഞാനൊന്നും അധികം പഴയ സിനിമകൾ കണ്ടിട്ടില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ യൂട്യൂബിലൂടെ എടുത്ത് നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എടാ അതൊക്കെ ഉണ്ടല്ലോ ശരിക്ക് ആ ഒരു ഒട്ടുമീശയും വെച്ച് വരുന്ന സമയത്ത് ചെങ്ങായി പഴയ നായകൻ വില്ലായിട്ടുണ്ടല്ലോ, കാലൊക്കെ തിരിച്ചിട്ട് യാറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ചില ഡയലോഗ് ഡെലിവറി ഉണ്ട്. ദുൽഖറിൻ്റെ ക്യാരക്ടറും ഭാഗ്യശ്രീയുടെ ക്യാരക്ടറും തമ്മിലുള്ള ചില സിനിമയ്ക്കകത്ത സിനിമയിലെ ഡയലോഗ് ഡെലിവറിയൊക്കെ ഉണ്ട്. അതൊക്കെ അസാധ്യ പെർഫോമൻസ് ഇയാൾക്ക് പെർഫോം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ സിനിമയ്ക്കകത്ത സിനിമയിൽ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ ഇയാൾ ചെയ്യുന്ന രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര അടിപൊളി. എനിക്ക് ആ ക്യാരക്ടറിനെ ദുൽഖർ പിടിച്ച ഇത് നോട്ട് ഈസി മാൻ, നോട്ട് ഈസി. നമ്മൾ അയാളെ റിട്രോ സ്റ്റാർ എന്ന് വിളിക്കും, നമ്മളയാളെ ഇനിയും മമ്മൂക്കാനെ വെച്ച് കമ്പയർ ചെയ്യും. ബൈ ദ വേ ഇതിനകത്തൊരു കോണിപ്പടി ക്യാമിയോ അല്ലേ, കോണിപ്പടി ക്യാമിയോ ഉണ്ട്. അത് ചിലർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ചിലർ സ്പോട്ട് ചെയ്തില്ല. എനിക്കൊന്നും തിയേറ്ററിൽ അധികം സ്പോട്ട് ചെയ്തില്ല, ബട്ട് ഒരു കോണിപ്പടി ക്യാമിയോ ഉണ്ട്. സോ ഓവറോൾ പാട്ടുകളൊന്നും എനിക്ക് അങ്ങനെ അത്ര കൺവിൻസിങ് ആയില്ല. ബിക്കോസ് പാട്ടുകൾ കുറച്ച് ഈ പഴയ തമിഴ് സോങ് രീതിയിലുള്ള ഒരു ഐറ്റമാണ്. മാസ്സായിട്ടുള്ള എന്തെങ്കിലും ദുൽഖറിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ ദുൽഖറിൻ്റെ അഭിനയമാണ് മാസ്, രക്ഷയില്ല. അതാണ് ഇതിലെ മാസ് USP എന്ന് പറഞ്ഞ ഒരു ഐറ്റം. അപ്പോൾ അങ്ങനെ ഓവറോൾ എനിക്ക് ഭയങ്കര ഒരു ടോപ്പ് നോച്ച് ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മേക്കിങ്, ഒരു രക്ഷയില്ലാത്ത ടെക്നിക്കൽ സൈഡ്,
ഈ ഈ 2025 1950s നമ്മളെ അവർക്ക് അഭിനയിച്ചും ആ പടം എടുത്തും തിയേറ്ററിനകത്ത് നമ്മൾ 3 മണിക്കൂർ പിടിച്ചിരുത്തി ഫീൽ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബ്രില്യൻ ക്രാഫ്റ്റ്. ഒരു രക്ഷയില്ലാത്ത ക്രാഫ്റ്റാണ്. ഡെഫിനറ്റ്ലി ഇനി വിക്കിപീഡിയ ഒക്കെ മാറ്റി അല്ലെങ്കിൽ ഇയാളുടെ പ്രൊഫൈൽ തന്നെ വെക്കണം ദുൽഖറിൻ്റെ, ഐ ആം എ റിട്രോ സ്റ്റാർ എന്നുള്ളത്. ഇന്ത്യയിൽ ആരും ചെയ്യില്ലടേ ഇയാൾ ചെയ്യണ പോലെ റിട്രോ റോളുകൾ ഇങ്ങനെ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. 1950s ഒരു നടനെ കണ്ട് അത് അഡാപ്റ്റ് ചെയ്ത് അയാളുടെ ബോഡി ലാംഗ്വേജും അയാളുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ ഇയാളെ കൊണ്ട് ചെയ്യിക്കാനും പറയിക്കാനും പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അസാധ്യമായ ഐറ്റം എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഐറ്റമാണ്. എന്താണെങ്കിലും ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ് മിസ്റ്റർ ദുൽഖർ. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലർക്കൊക്കെ ഈ പടം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ഒരു സാധനമായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. ബിക്കോസ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ദുൽഖർ മൂവി ആയിട്ട് ഇത് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ബിക്കോസ് ദുൽഖർ മൂവി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. മോർ ദാൻ എ ദുൽഖർ മൂവി, ഇത് എന്താ പറയുക, നമുക്ക് ആ കാലഘട്ടത്തിലെ സിനിമ ആൻഡ് അതിൻ്റെ ഒരു നൊസ്റ്റു ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്ന തരുന്ന ഒരു നല്ല പടം. ഓക്കെ, ഒരു എബോവ് ആവറേജ് ബ്രില്യൻ ക്രാഫ്റ്റ്. അതാണ് കാന്ത ഫോർ മീ. ഐ റിയലി എൻജോയ്ഡ്. ഓക്കെ, ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പറയാം.